Students, in this session we are going to discuss about adaptive delta modulation. See, we have discussed about delta modulation. The main disadvantage in the case of delta modulation is slope overload distortion and granular noise. That is because of the smaller step size, slope overload distortion occurs, and due to higher step size, granular noise occurs. So, in order to avoid these errors, we can make the step size adaptive to variations in the input signal. That is an important thing. That is, we have to make the step size adaptive to variation in the input signal. Then we can overcome the errors like slope over distortion and granular noise. That means we know that slope overload distortion occurs when the step size is small. That means during the steep segment of the input signal. So in that case, we have to increase the step size. So we are making adaptive the step size to the input variation in the signal. So granular noise occurs when the step size is very high. So in such cases, we are making the step size low. When the such type of granular noise is avoided. So we can say the principle of adaptive delta modulation algorithm is, first one is, if successive errors are of opposite polarity, then delta modulator is operating in its granular mode. In this case, step size is reduced. If successive, second principle is, if successive errors are of same polarity, then delta modulator is operating in its slope overload mode. In this case, step size is increased. So, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഡെൽറ്റ മോഡുലേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിന് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷനും ഗ്രാനുലാർ നോയ്സ് ആയിരുന്നു. സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്റ്റീപ്പ് സെഗ്മെൻറ്റ് വരികയാണെങ്കിൽ, സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നൊരു സെഗ്മെൻറ്റ് വരികയാണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് സൈസ് വളരെ സ്മോൾ ആണെങ്കിൽ കിട്ടുന്ന സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് വളരെ മാറിയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഒറിജിനൽ ഇൻപുട്ട് സിഗ്നലിനെ ഫോളോ ചെയ്യുന്ന രീതിയിലല്ല ഉണ്ടാവുക, നല്ലോണം സ്ലോപ്പ് ഉള്ളതുപോലെയാണ്. അതുകൊണ്ടാണ് ഇതിന് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻപുട്ട് സിഗ്നലിലെ വേരിയേഷൻ അനുസരിച്ചിട്ട് മാറുന്ന രീതിയിലേക്ക് ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. ഇൻപുട്ട് സിഗ്നലിൻ്റെ വേരിയേഷന് അഡാപ്റ്റീവായിട്ട് സ്റ്റെപ്പ് സൈസ് മാറണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോഷനാണ് വരുന്നതെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സൈസ് കുറവാകാൻ ഇൻപുട്ട് സിഗ്നൽ സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് സൈസ് എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഇനി അതേസമയം ഇൻപുട്ട് സിഗ്നൽ കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ ഒരേപോലെ നിൽക്കുന്ന സമയത്താണ് സ്റ്റെപ്പ് സൈസ് എന്തായിരിക്കണം, കുറവായിരിക്കണം. അപ്പോൾ ആ ഒരു കേസിൽ ഗ്രാനുലാർ നോയ്സ് ഒഴിവാക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് നടത്തുന്നത് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ വഴിയാണ്. അപ്പം മെയിനായിട്ടുള്ള അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇവിടെയും നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ബ്ലോക്ക് ഡയഗ്രാംസ് ആണ് ട്രാൻസ്മിറ്റർ സൈഡിലും റിസീവർ സൈഡിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, സ്റ്റെപ്പ് സൈസിന് ഇൻപുട്ടിനനുസരിച്ചുള്ള ചേഞ്ചിനനുസരിച്ച് മാറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലോജിക് സർക്യൂട്ട് അവിടെ ഉണ്ടായിരിക്കും, സ്റ്റെപ്പ് സൈസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെൽറ്റ മോഡുലേഷനിൽ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. കറണ്ട് സാമ്പിളും പ്രീവിയസ് സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എറർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ്. ഇപ്പോൾ ആദ്യം പോസിറ്റീവ് പൊളാരിറ്റിയിലാണ്, പിന്നെ നെഗറ്റീവ് പൊളാരിറ്റിയിലുള്ള വന്നത്. അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റിയിലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ, എറർ വന്നു കഴിഞ്ഞാൽ, ഡെൽറ്റ മോഡുലേറ്റർ ഏതിലാണ് ഓപ്പറേറ്റ് ചെയ്യുക, ഗ്രാനുലാർ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രാനുലാർ മോഡിലാകുമ്പോൾ നമുക്കറിയാം, നേരത്തെ ഡെൽറ്റ മോഡുലേറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഹയർ സ്റ്റെപ്പ് സൈസ് ആകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമുക്ക് കിട്ടുക അല്ലേ, സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള കേസ് വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻ ഒഴിവാക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യണം, കുറക്കണം. അപ്പോൾ എറർ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആകുമ്പോൾ ഡെൽറ്റ മോഡുലേറ്റർ ഗ്രാനുലാർ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്തിനാണ് സ്റ്റെപ്പ് സൈസ് കുറക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. പകരം ഗ്രാനുലാർ നോയ്സ് വരുമ്പോൾ എന്താണ് വരിക, സ്ട്രെയിറ്റ് ആയിട്ട് വേരിയേഷനൊന്നും കാണിക്കാത്ത രീതിയിലാണ് പോവുക അല്ലേ. അതായത് ഉദ്ദേശിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പോർഷനിലായിട്ടാണ് സ്റ്റെയർ കേസ് വേവ് പോവുക. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യണം, കുറക്കണം. ഇനി അടുത്ത കേസിൽ
രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സക്സസീവ് എറേഴ്സ് എന്ന് പറയുന്നത് സെയിം പൊളാരിറ്റി ആണെങ്കിൽ ഡെൽറ്റ മോഡുലേറ്റർ എന്തിലാണ് വർക്ക് ചെയ്യുക? സ്ലോപ്പ് ഓവർലോഡ് മോഡിലാണ് വർക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ അപ്പോൾ സ്ലോപ്പ് ഓവർലോഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് സൈസ് എന്താണ് ഇൻക്രീസ് ചെയ്യണം. അതിന് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻക്രീസിങ്ങിലുള്ള ഒരു വേവ് ഫോമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സക്സസീവ് സാമ്പിൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇൻക്രീസിങ് ആകുമ്പോൾ കറണ്ട് സാമ്പിൾ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഇൻക്രീസിങ് കറണ്ട് സാമ്പിൾ കൂടുതലും പ്രീവിയസ് സാമ്പിൾ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് പൊളാരിറ്റി എന്തായിരിക്കും? ഡിഫറൻസിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ പൊളാരിറ്റി ഒരേപോലെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റെയർ കേസ് വേവ് ഫോം ഭയങ്കര സ്ലോപ്പ് ഓവർലോഡ് ആയിട്ടുള്ള പോലെ, അതായത് കുറേ മാറിയിട്ടാണ് ഒറിജിനൽ വേവ് ഫോമിൽ നിന്ന് കുറച്ച് കൂടുതൽ സ്ലോപ്പുള്ള ഒരു വേവ് ഫോം സ്റ്റെയർ കേസ് അപ്രോക്സിമേഷനാണ് കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യുന്ന വേവ് ഫോം ഇൻക്രീസ് ചെയ്യുന്ന മോഡിലാണുള്ളതെങ്കിൽ നമ്മളെന്തിനാ സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യണം? കൂട്ടണം. അത് എന്തിനാണ്? ഗ്രാനുലാർ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടി, സ്ലോപ്പ് ഓവർലോഡ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ്? സക്സസീവ് എറേഴ്സ് ആർ ഓഫ് സെയിം പൊളാരിറ്റി. ഇതേ കേസ് തന്നെയാണ് എന്ത് ചെയ്യണം? വേവ് ഫോം ഡിക്രീസ് ചെയ്യുന്ന കേസിലും വരുന്നത്. ഓക്കെ. അപ്പോൾ സക്സസീവ് എറേഴ്സ് ആർ ഓഫ് സെയിം പൊളാരിറ്റി ആണെങ്കിൽ ഡെൽറ്റ മോഡുലേറ്റർ സ്ലോപ്പ് ഓവർലോഡ് മോഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിൽ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യണം. അതായത് വേവ് ഫോം ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റിലും ഡിക്രീസ് ചെയ്യുന്ന പോയിന്റിലും, സൈൻ വേവ് എടുക്കുകയാണെങ്കിൽ സൈൻ വേവ് കൂടി വരുന്ന പോയിന്റിലും കുറയുന്ന പോയിന്റിലും, മേലെ നിന്ന് താഴോട്ടേക്ക് വരുന്നത് താഴെ നിന്ന് മുകളിലോട്ടേക്ക് പോകുന്ന പോയിന്റിൽ എങ്ങനെയാണ് എടുക്കുന്നത്? സ്റ്റെപ്പ് സൈസ് കൂട്ടിയെടുക്കണം. എന്നാലും മാത്രമേ സ്ലോപ്പ് ഓവർലോഡ് എറർ കുറയ്ക്കാൻ കഴിയുള്ളൂ. അതേസമയം ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ പോലെയാണ് അല്ലേ. ആ ഒരു പോയിന്റിൽ എന്തായിരിക്കണം? സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അവിടെ എന്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്? ഗ്രാനുലാർ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ഇതിലാണ് മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. നെക്സ്റ്റ്, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ട്. ഡെൽറ്റ മോഡുലേറ്ററിന് സെയിം ആണ്, പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേറ്റർ ട്രാൻസ്മിറ്റർ ഒരേ ഒരു വ്യത്യാസം എന്താണ് ഇതിൽ? ഇവിടെ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പ് സൈസ് ഈസ് അഡാപ്റ്റീവ് ടു വേരിയേഷൻസ് ഇൻ ദി ഇൻപുട്ട് ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. അതർ ബ്ലോക്സ് ആർ സിമിലർ, സംവാട്ട് സിമിലർ. സോ ഇൻപുട്ട് സിഗ്നലിൻ്റെ സാമ്പിൾഡ് വേർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് സിഗ്നൽ എം ഓഫ് ടി ആയിരിക്കും, അല്ലെ സാമ്പിൾഡ് ഫംഗ്ഷൻ എം ഓഫ് എൻ ടി എസ്. ഇവിടെ എക്സ് ഓഫ് എൻ ടി എസ് എന്നാണ്. ഓരോ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നേരത്തെ ഉപയോഗിച്ച പോലെ എം ഓഫ് എൻ ടി എസ് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എം ഓഫ് ടി എടുക്കുക. ഇവിടെ അതുപോലെ തന്നെ എറർ സിഗ്നലിൽ ഒരേപോലെയാണ്, പക്ഷേ ജസ്റ്റ് ഇൻപുട്ട് സിഗ്നലിൽ മാത്രം എക്സ് എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്തത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ ടി എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കമ്പറേറ്റർ ഉണ്ട്. കമ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് സിഗ്നലും പ്രീവിയസ് സാമ്പിളിൻ്റെ ക്വാണ്ടിറ്റൈസ്ഡ് സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ബാക്കി എല്ലാം എന്തിന് സിമിലറാണ്? ഡെൽറ്റ മോഡുലേഷൻ്റെ ബ്ലോക്കിന് സിമിലർ അല്ലേ. 1 ബിറ്റ് ക്വാണ്ടിറ്റൈസർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ആഡർ ഉണ്ട്, അതായത് സമ്മർ ഉണ്ട്, അതിൻ്റെ ഡിലേ യൂണിറ്റ് ഉണ്ട്. അവിടെ സെഡ് ഇൻവേഴ്സ് അതുപോലെ തന്നെ വേണം നിങ്ങൾക്ക് കാണിക്കാം. സെഡ് ഇൻവേഴ്സ് എന്ന് കാണിക്കാം. ഇവിടെ എം ക്യൂ ഓഫ് ടി എസ് കിട്ടും, ഇവിടെ എം ക്യൂ ഓഫ് എൻ മൈനസ് 1 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണം നോട്ടേറ്റ് ചെയ്യാം, അല്ല ഈ രീതിയിലും കാണിക്കാം. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് അക്യുമുലേറ്ററാണ്. അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നത്? സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡെൽറ്റ സ്റ്റെപ്പ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നത്. ഓക്കെ, അത് എറർ സിഗ്നലിനനുസരിച്ചിരിക്കും. എറർ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ കൂട്ടും, എറർ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഡെൽറ്റ കൂട്ടും. ഓക്കെ, അതല്ലെങ്കിൽ ഡെൽറ്റ കുറക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് 1 0 സെൻഡ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? സ്റ്റീപ്പ് സെഗ്മെൻ്റ് ആണെങ്കിൽ ഗ്രാനുലാർ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് സൈസ് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ഉണ്ടായിരിക്കും. സോ ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ഹാസ് എ കൺട്രോൾ ഓവർ 1 ബിറ്റ് ക്വാണ്ടിറ്റൈസർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇൻപുട്ട് ടു ദി സമ്മർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്പ് സൈസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് സൈസ്, ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ. അപ്പോൾ ഇതാണ് അഡാപ്റ്റീവ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ മോഡുലേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഓർത്ത് നോക്കുക. അതിൽ ജസ്റ്റ് ഒരു അഡീഷണൽ ബ്ലോക്കായ ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോളും കൂടി ഉണ്ടാകും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സെയിം നൊട്ടേഷൻ യൂസ് ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. ഇവിടെ എന്ത് ചെയ്യുക? എം ക്യൂ ഓഫ് എൻ ടി എസ് എന്ന് കൊടുക്കാം അല്ലേ. നേരത്തെ അങ്ങനെയല്ല, എം ക്യൂ ഓഫ് എൻ മൈനസ് 1 എന്നാണ് കൊടുത്തത്. ഇവിടെ എന്താണ്? എം ക്യൂ ഓഫ് എൻ എന്നാണ് വരുന്നത്. ഇവിടെ സെഡ് ഇൻവേഴ്സ് എന്നാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ADM ട്രാൻസ്മിറ്റർ. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ഫിഗർ ഷോസ് ദി ട്രാൻസ്മിറ്റർ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേറ്റർ. Adaptive delta modulator has the same block of delta modulator. In addition, it has a logic for step size control. അപ്പോൾ ഇവിടെ ഒരു കമ്പറേറ്റർ ഉണ്ട്. കമ്പറേറ്റർ ഔട്ട്പുട്ട് E of n represents the error between M of n and M Q of n minus 1. സി ഇവിടെ എക്സ്പ്ലനേഷനിൽ M of n M Q of n minus 1 വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ബ്ലോക്ക് ഡയഗ്രത്തിൽ മാത്രമാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നൊട്ടേഷൻ ഇതുപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നേരത്തെ ഡെൽറ്റ മോഡുലേറ്റർ യൂസ് ചെയ്ത അതേ നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി.
സോ എറർ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, എം ഓഫ് എന്നും എം ക്യൂ ഓഫ് എൻ മൈനസ് എന്നും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. ഇവിടെ എന്താണ്, ഇവിടെ എം ഓഫ് എൻ വരുന്നുണ്ട്, ഇവിടെ എന്താണ് എം ക്യൂ ഓഫ് എൻ മൈനസ് 1 വരുന്നത്, കറണ്ട് സാമ്പിളും പ്രീവിയസ് സാമ്പിളും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ സിഗ്നൽ. അപ്പോൾ അതിൻ്റെ എറർ സിഗ്നലിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ക്വാണ്ടൈസർ എന്താ റിസീവ് ചെയ്യുന്നത്, ഈ എറർ സിഗ്നലാണ് റിസീവ് ചെയ്യുന്നത് അല്ലേ. എറർ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, 1 സെൻഡ് ചെയ്യും. നേരത്തെ നമ്മൾ ഡെൽറ്റ മോഡുലേറ്റർ 1 എറർ നെഗറ്റീവ് ആണെങ്കിൽ 0 ആണ് സെൻഡ് ചെയ്തത് അല്ലേ, 1 ബിറ്റാണ് സെൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദി ക്വാണ്ടൈസർ റിസീവ്സ് ദിസ് എറർ സിഗ്നൽ ഇ ഓഫ് എൻ ആൻഡ് പ്രൊഡ്യൂസസ് ദി ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദി അൾജിബ്രിക് സൈൻ ഓഫ് ഇ ഓഫ് എൻ. ഇഫ് ഇ ഓഫ് എൻ ഈസ് +1, അതായത് പോസിറ്റീവ് ആണെങ്കിൽ, ഇ ഓഫ് എൻ ഈസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എം ഓഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ എം ക്യൂ ഓഫ് എൻ മൈനസ് 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇ ക്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, +1 ആയിരിക്കാം. അതായത് 1 ബിറ്റ് ക്വാണ്ടൈസർ എന്താണ്, 1 ബിറ്റ് മാത്രമേ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. ഇവിടെ വരുന്ന സിഗ്നൽ അനുസരിച്ചിട്ട് എറർ പോസിറ്റീവ് ആണെങ്കിൽ +1 ആണ് സെൻഡ് ചെയ്യുക. ഇനി എറർ നെഗറ്റീവ് ആകുന്നത്, എറർ നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇ ഓഫ് എൻ ഈസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് എം ഓഫ് എൻ ഈസ് ലെസ് ദാൻ എം ക്യൂ ഓഫ് എൻ മൈനസ് 1. എറർ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് സെൻഡ് ചെയ്യേണ്ടത്, -1. അപ്പോൾ നേരത്തെ 1ഉം 0ഉം സെൻഡ് ചെയ്തതിന് പകരം ഇവിടെ എന്താണ് സെൻഡ് ചെയ്യുക, +1ഉം -1ഉം ആണ് സെൻഡ് ചെയ്യുക. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. സോ ലോജിക് ഫോർ അതാണ് ഇവിടെ സെൻഡ് ചെയ്യുന്ന സിഗ്നലാണ്. ഇനി ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ജനറേറ്റ്സ് സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ അക്കോർഡിംഗ് ടു സ്പെസിഫൈഡ് റൂൾ ഡിപ്പെൻഡിങ് ഓൺ 1 ബിറ്റ് ക്വാണ്ടൈസർ ഔട്ട്പുട്ട്. സി ഇവിടെ ഒരു അക്യുമുലേറ്റർ ഉണ്ട്. അക്യുമുലേറ്ററാണ് സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ കാണുന്നത്. അക്യുമുലേറ്ററിൽ വെച്ചിട്ടാണ് +δ സ്റ്റെപ്പും -δ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് അതിന് ഡിലേ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന സംഭവത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ. സപ്പോസ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇൻക്രീസിങ് ആയിട്ടുള്ള പോർഷനാണ് അല്ലെ, സൈൻ വേവിൻ്റെ ഇൻക്രീസിങ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ആ സമയത്ത് എന്താ വേണ്ടത്, ഇൻക്രീസിങ് ആയിട്ടുള്ള പോർഷൻ ആകുമ്പോൾ എന്താ വേണ്ടത്, സ്റ്റെപ്പ് സൈസ് എന്താണ് കൂടണം അല്ലേ. എന്തിനാണ്, സ്ലോപ്പ് ഓവർലോഡ് എറർ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റെപ്പ് സൈസ് കൂട്ടും. ആരാണ് കൂട്ടുക, ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ. ഇനി അതുപോലെ തന്നെ സൈൻ വേവ് കുറയുന്ന സമയമാണ്. സൈൻ വേവ് കുറയുന്ന സമയത്ത് എന്തായിരിക്കും, എറർ സിഗ്നൽ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. എറർ സിഗ്നൽ നെഗറ്റീവ് ആവുന്ന സമയത്തും എന്ത് വേണം, നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സൈസ് കൂട്ടണം. അല്ലെങ്കിലും സ്ലോപ്പ് ഓവർലോഡ് എറർ ഉണ്ടാകും. അന്നേരം ആ സമയത്തും ആരാണ് വർക്ക് ചെയ്യുക, ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോളാണ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. ഓക്കെ. അപ്പോൾ അത്രയാണ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ ട്രാൻസ്മിറ്ററിൽ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് കേസ് ഈസ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ റിസീവർ. ഡെൽറ്റ മോഡുലേറ്റർ റിസീവറിൻ്റെ കേസ് പോലെ തന്നെ അക്യുമുലേറ്റർ ഉണ്ട്, ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ജസ്റ്റ് അതിന് പുറകിലായിട്ട് എന്തുണ്ട്, ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ ഔട്ട്പുട്ട്, ട്രാൻസ്മിറ്റർ ഔട്ട്പുട്ടാണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണ്, സ്റ്റെപ്പ് സൈസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേരിയേഷൻ നടത്തണം അല്ലേ. സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ഇവിടെയുള്ളത്. അതിന് കറണ്ട് സാമ്പിൾ പ്രീവിയസ് സാമ്പിൾ നമ്മളെ കമ്പാരിസൺ നടത്തിയിട്ട് ഒരു സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ ഉണ്ടാകും, അക്യുമുലേറ്റർ ഉണ്ടാക്കും. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചത്. ജസ്റ്റ് ഒരു ഡിലേ എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെഡ് ഇൻവേഴ്സ് എന്ന് വെച്ചിട്ട് കാണിക്കാം. എന്നിട്ട് ഈ സ്റ്റെയർ കേസ് അപ്രോക്സിമേഷൻ ഒരു സ്മൂത്തൻഡ് വേവ് ഫോമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ലെറ്റ് us see. Figure shows the receiver of adaptive delta modulation. Logic for step size control block generates step size from each incoming bit. അപ്പോൾ ഓരോ ഇൻകമിങ് ബിറ്റ് വരുന്നതിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് സൈസ് ആരാ ഡിറ്റർമിൻ ചെയ്യുന്ന, ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ദി ഓപ്പറേഷൻ ഓഫ് ദി റിസീവർ ഈസ് സെയിം ആസ് അതായത് നമുക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നൽ എപ്പോഴും +1 -1 +1 -1 എന്നുള്ള ഫോമിലായിരിക്കും അല്ലേ. അപ്പോൾ ആ കിട്ടുന്ന സിഗ്നലിൽ നിന്നാണ് ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് ലോജിക് ഫോർ സ്റ്റെപ്പ് സൈസ് കൺട്രോൾ സ്റ്റെപ്പ് സൈസ് ഡിറ്റർമൈൻ ചെയ്യും. The operation of the receiver is the same as in the transmitter. The previous input and present input decides the step size. It is then given to the accumulator which builds up a staircase waveform. And the low pass filter smoothens on the staircase waveform and reconstructs the smooth signal. So adaptive delta modulator logic for step size control ആണ് സ്റ്റെപ്പ് സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഹയർ സ്റ്റെപ്പ് സൈസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, സ്ലോപ്പ് ഓവർലോഡ് എറർ കുറക്കാൻ വേണ്ടി ഹയർ സ്റ്റെപ്പ് സൈസ് കൊടുക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ അക്യുമുലേറ്റർ സ്റ്റെയർ കേസിന് വേവ് ഫോം അക്യുമുലേറ്റർ ഉണ്ടാക്കും. അതിന് ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യുന്നത്, സ്മൂത്തൻ ചെയ്ത് ഒറിജിനൽ വേവ് ഫോം പോലെ ആക്കും. ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. സ്ട്രക്ചർ റിസീവർ സൈഡിൽ വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. താങ്ക് യു.